എമി കാർമൈക്കൽ എന്ന് പറഞ്ഞൊരു മിഷണറി ലേഡിയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എമി കാർമൈക്കൽ ഒരു ഫോറിൻ മിഷണറി ലേഡിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫോറിൻ മിഷണറി ലേഡി ഹു കെയിം ടു ഇന്ത്യ, ടു തമിഴ്നാടു, ഡോണാവൂർ, തിരുനെൽവേലിക്ക് അടുത്ത് വന്ന് അവരുടെ ജീവിതം മൊത്തവും ഒരുപാട് സ്ലേവ് ഗേൾസ്, ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗേൾസിനെയൊക്കെ റെസ്ക്യൂ ചെയ്യാനൊക്കെ ദൈവം ഉപയോഗിച്ചൊരു really godly lady who has written many deep truths about the cross and the love of Christ and all. എമി കാർമൈക്കലിൻ്റെ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ, എമിക്ക് സാധാരണ ഫോറിൻ വൈറ്റ് പീപ്പിളിനൊക്കെ ബ്രൗൺ ഐസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ബട്ട് ഷീ ഹാഡ് ബ്ലാക്ക് ഐസ്. അപ്പം സോ ഷീ വുഡ് ഫ്രം എ ചൈൽഡ്ഹുഡ് ഷീ വുഡ് ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം അതർ ഗേൾസ് ഇൻ ദ ഫോറിൻ കൺട്രി. അപ്പോൾ ബാക്കി എല്ലാവർക്കും ബ്രൗൺ ഐസാകുമ്പോൾ എനിക്ക് മാത്രം ബ്ലാക്ക് ഐസാണ്. അപ്പോൾ എന്തിനാ അപ്പം ഒരു പ്രാവശ്യം യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് ഉള്ളതുകൊണ്ട്, അങ്ങനെ ബൈബിളിലൊക്കെ കേട്ടതുകൊണ്ട് രാത്രി പ്രാർത്ഥിച്ചിട്ട് എടുക്കുന്നത്, ദൈവമേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ ബ്ലാക്ക് ഐസ് മാറ്റിയിട്ട് ബ്രൗൺ ഐസ് ആവണം, ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കിടന്ന് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ കണ്ണ് തുറക്കാൻ പോവുക, ഇപ്പോൾ എൻ്റെ ബ്രൗൺ ഐസ് ആയി കാണുമെന്ന് പറഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ പിന്നെയും ബ്ലാക്ക് ഐസ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഷി വാസ് ഫ്രസ്ട്രേറ്റഡ്. ഷീ വാസ് ആസ്കിങ് ലോഡ് വൈ യു ക്രിയേറ്റഡ് മീ ഡിഫറെൻ്റ്ലി. ബട്ട് ലേറ്റർ ഷീ റെസ്പോണ്ടഡ് ടു ദ കോൾ ഓഫ് ദ ലോഡ് ഫോർ ഹർ മിനിസ്ട്രി ആൻഡ് ഷീ കെയിം ടു ഇന്ത്യ. ആൻഡ് ദെൻ ഷി വാസ് സീയിങ് everybody with black eyes, and she was able to identify with the village girls and women and all. And also when she would be rescuing all these temple prostitutes from the the authorities there and all, she would have to cover her entire face and only the eyes would be seen. So if she had brown eyes, she would have been easily identified. She could have been easily identified. She would have been caught and killed. But actually because she had black eyes, she could easily escape, and through that she brought many women and girls especially to faith and rescued their lives and brought them to the Lord. And she accomplished a great work for the Lord, and which is remembered for generations and all, and did a great work for the Lord. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എന്താ ദൈവം ഇങ്ങനെ തന്നേ അങ്ങനെ തന്നേ, പക്ഷേ എല്ലാ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നത് ഇഫ് യു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ് ആൻഡ് ഇഫ് യു ലവ് ഹിം. റോമൻസ് 8:28 ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ ഗുഡ് എന്ന് എല്ലാവർക്കും അത്രയും വരെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഫോർ ദോസ് ഹു ലവ് ഹിം ആൻഡ് ഫോർ ദോസ് ഹു കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്, കർത്താവിന് ഒരു പർപ്പസ് ഉണ്ട്. കർത്താവെ ആ പർപ്പസ് തന്നെയാണ് എൻ്റെ പർപ്പസ്. എനിക്ക് എൻ്റേതായിട്ടൊരു അജണ്ടയും പർപ്പസ് ഉണ്ടെങ്കിൽ ദെൻ മെനി തിങ്സ് ഐ വുഡ് ബി സീയിങ് not working together for good. But if I love him, and if I love him, the proof of my love is that I surrender to his purpose for my life. And when I yield my purpose to his purpose, or my will to his will, and take up the cross and die to my will and nail on the cross, as ma'am said, nail on the cross whatever our frustration, whatever regret, whatever is worrying us, then we'll find that on the cross that Jesus died, I also died. I have also been crucified with Christ. It is no longer I who live, but Christ who lives in me. നമ്മൾ അങ്ങനെ നമ്മളെ തന്നെ ആ ദൈവത്തിൻ്റെ പേർപ്പസിനായിട്ട് ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാ നമ്മളിലേക്ക് വന്ന് യേശുവിൻ്റെ ജീവൻ നമ്മൾ ഉരുവാക്കുന്നത്. ജസ്റ്റ് ലൈക്ക് മേരിയുടെ കേസ് നമ്മളിപ്പം കേട്ടതുപോലെ ലൂക്ക് 1:35 ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു എന്ന് പറയുമ്പം മേരി ഇങ്ങനെ പറയും, അയ്യോ ഐ ഹാവ് നോട്ട് എനി മാൻ, സോ ഐ ഡു നോട്ട് വോണ്ട് ടു ബി പ്രഗ്നൻറ്റ് ബിഫോർ മൈ മാരേജ്. ഞാൻ മാരേജിന് ശേഷം പിന്നെ ഒന്ന് കൺസിഡർ ചെയ്യും, അപ്പോഴത്തേക്ക് ഒന്ന് വന്ന് പിന്നീട് ഒന്നുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് അതാക്കിയാൽ മതി. അപ്പോൾ ആൾക്കാരുടെ മുമ്പിലൊക്കെ എങ്ങനെ പറയും, ആൾക്കാരെല്ലാം എന്നെ തെറ്റിദ്ധരിക്കും. So and if she had said, Lord, not me, please leave me, and God wouldn't have caught anybody by collar and said that you have to be the mother of Jesus. No, God wouldn't force anybody. He is such a gentle gentleman എന്ന് പറയാനൊക്കെ പറ്റില്ല. He is fair God, that he doesn't barge into anybody's life and say that I am coming, but he would rather gently knock at the door and wait outside, as we read in Revelation 3:20. പക്ഷേ മേരിയുടെ റെസ്പോൺസ് എന്തായിരുന്നു? why the Lord is willing to shower his Holy Spirit and fill us with his Spirit. Of course the Holy Spirit has come into our hearts when we became born again, but if that Holy Spirit has to fill us and take more and more control of our lives, we need to yield ourselves. And that is the the statement of submission that the Mary is saying in Luke 1:38. Mary said, behold the bond slave of the Lord. Lord, I am just a slave. I am the bond slave of yours. I don't have my will. I want your will to be done to me according to your word. What you said, Lord, what your purpose, according to your purpose I am called. So and you will make everything to work together for good. So Lord, I yield to your word, I yield to your purpose, I yield to your will,
and then that will bring about a brokenness in our self-confidence and in our self-will, and then the more of the power of the Holy Spirit the Lord can fill in our hearts, and that rivers of living water can flow through our words and deeds to bless many people. അപ്പോൾ ആ ഒരു കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിലും മേരിയുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ എമി കാർമൈക്കലിൻ്റെയൊക്കെ ജീവിതത്തിൽ ചെയ്തതുപോലെ നമ്മളുടെ മെനി ടൈംസ് ആ ഡിസപ്പോയിൻമെൻറ്റ്സ് ആ ഹിസ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത് പോലെ എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ആക്കി തീർക്കട്ടെ. ദൈവം നമ്മളോരോരുത്തരെയും സഹായിക്കട്ടെ.